ശരിക്കും ജാസിയും അഷിയും ഈ പറയപ്പെടുന്ന പോലെ സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഈ ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നത്. യുഎയിലെ ടിക്ടോക്കിന്റെ സമയത്ത് ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുള്ള സമയത്ത് ടിക്ടോക്ക് ലൈവിലും അതേപോലെ ടിക്ടോക്കിൽ ഒരു വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പിരിഞ്ഞു, ഞാൻ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ കോൺട്രവേഴ്സി കഴിഞ്ഞ് അത് ഭയങ്കര ചർച്ചാ വിഷയമൊക്കെയായിരുന്നു ഇവിടെ നാട്ടില്. ചർച്ചാ വിഷയമാകും, കാരണം അത്ര രീതിയിലാണ് ജാസി അതിനകത്തിരുന്ന് വർത്താനം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികം ചർച്ചയായില്ലെങ്കിലേ അതിശയപ്പെടാനുള്ളൂ. ഏതൊരു സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ടിക്ടോക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം, ജാഷി ആഷി എന്നൊരു പേര് പറഞ്ഞ അവിടെ റീച്ച് ആണ്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. പക്ഷേ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പുരുഷൻ ഒരു ട്രാൻസ് വുമണിനെ അല്ലെങ്കിൽ കല്യാണം കഴിച്ചതെന്ന് പറയുന്നത് അങ്ങനെ നടന്നിട്ടില്ല. രണ്ടു കൂട്ടരും ഒന്നെങ്കിൽ രണ്ടുപേരും ട്രാൻസ്ജെൻഡേഴ്സ് ആയിരിക്കുമല്ലോ, ഒന്നെങ്കിൽ ട്രാൻസ് മാൻ ഒരു ട്രാൻസ് വുമൺ ആയിരിക്കുമല്ലോ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അങ്ങനെയൊന്നുമില്ല. നോർമൽ ആൾക്കാരും ട്രാൻസ് വുമണൊക്കെ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് പേരുണ്ട്. ഇപ്പോ ഞാൻ ആശി ഒരു സ്ട്രെയിറ്റ് മെൻ ആണ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഈ സ്ട്രെയിറ്റ് എന്ന് പറയുന്ന വാക്കിനോട് തന്നെ എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആള് അങ്ങനെയൊന്നുമില്ല. ആശി സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് മാത്രം താല്പര്യം, അങ്ങനെ നോർമൽ സ്ത്രീകളോട് മാത്രം. ഞാനൊരു ട്രാൻസ് വുമൺ ആണ്, എന്നെ അംഗീകരിക്കാൻ ഞാൻ ഉമ്മാക്ക് അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തില് പറ്റാത്തത് കൊണ്ട് ആ ഉമ്മ എന്നോട് അങ്ങനെ ഒരു വേർഡ് പറഞ്ഞു, കുണ്ടെന്നാ പറഞ്ഞത്. അപ്പോ ഇങ്ങനെ എന്റെ മോനെ ഇതിനാണ് കുണ്ട, നീ അങ്ങനെ പറഞ്ഞു. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഷാരികയുടെ ഷോ ആണെന്ന് പറഞ്ഞിട്ടാണ് തന്നെയാണ് ഞാൻ, കാരണം എനിക്ക് ഒരുപാട് ഇന്റർവ്യൂസ് വരാറുണ്ട്. ഞാൻ അങ്ങനെ ഇന്റർവ്യൂസ് അതിപ്പോ അധികം ഇന്റർവ്യൂസ് ഞാൻ കൊടുക്കാറില്ല. ഞാൻ ഇന്റർവ്യൂ ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. തുറന്നാ നിങ്ങളുടെ ഇന്റർവ്യൂ ആണല്ലോ കാണുന്നത്. ആക്കല്ലേ, തൊഴിൽ രഹിതരെ ആക്കല്ലേ, ഇത് മനഃപൂർവ്വമാണ്. ആഷിക്ക് കുഴപ്പമൊന്നുമില്ല, അവനൊരു നല്ല പയ്യനാണ്, അവനൊരു ഈ ആരോഗ്യവാനായിട്ടുള്ള പെൺകുട്ടികളെ ഇഷ്ടപ്പെടുന്ന മര്യാദയ്ക്ക് വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കേണ്ട ഒരു പയ്യനാണ്. പക്ഷേ ജെസി എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം ജെസിക്കാണ് ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉള്ളത്. പക്ഷേ പൂർണ്ണമായിട്ട് നിങ്ങൾ ട്രാൻസ് അല്ല. നിങ്ങൾ ഈ പറയപ്പെടുന്ന പോലെ ഡ്രസ്സ് ഇട്ടത് കൊണ്ടോ മുടി വളർത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പെണ്ണാവില്ല. നിങ്ങൾ ആൾക്കാരെ പറ്റിക്കാൻ നടക്കുകയാണെന്ന്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. നിങ്ങൾ പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ആണ് ഒരു ട്രാൻസ് വുമനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച എന്താണ് പ്രശ്നം? കല്യാണം കഴിച്ച നിങ്ങളുടെ കല്യാണം ഉടനെ ഉണ്ടോ? കല്യാണം ഞങ്ങൾ ഓൾറെഡി നിക്കാഹ് കഴിഞ്ഞതാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞങ്ങൾ മുസ്ലിം ഇതുപോലെ നിക്കാഹ് കഴിഞ്ഞ ഭാര്യ കണ്ടിരുന്നു. ഒഫീഷ്യലി രജിസ്റ്റേർഡ് ആണോ? ഒഫീഷ്യലി രജിസ്റ്റേർഡ് ഒന്നല്ല. അത് ദുബായില് വളരെ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ നടത്തിയ ചെറിയൊരു ഫംഗ്ഷൻ ആണ്. മനസ്സിലായി. വലിയ ഗ്രാൻഡ് ഫംഗ്ഷൻ നടത്തണം എനിക്ക് ഓൾറെഡി താല്പര്യമുണ്ട്. ഞങ്ങൾ ഇവിടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ഉണ്ടാവും. ശാരിക തീർച്ചയായിട്ടും വരണം. തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി വിളിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ വന്നിരിക്കുന്നത്, ഉറപ്പായിട്ടും വരുന്നതാണ്. അപ്പോ നിങ്ങൾക്ക് ഈ ജയിലിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട്? ഇല്ല, എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ നിന്നത് ഓൾറെഡി ഇങ്ങനെ ഇതേപോലെ ട്രാൻസ് ആയിട്ടുള്ള കുറെ പീപ്പിൾസ് ഉള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നിന്നത്. അതുകൊണ്ട് എനിക്ക് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ട്. പഴയ ബിൽഡിംഗ് തള്ളി മറിച്ചിടരുത്. ഈ ആശയോടല്ലാതെ ഇതിനു മുമ്പ് ആരോടെങ്കിലും നിങ്ങൾക്ക് പ്രണയം തോന്നിയിട്ടുണ്ടോ? ഉണ്ടായിരുന്നു, എനിക്ക് പ്രണയം തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ശക്തമായില്ല എന്ന് ചോദിച്ചാൽ ആ ആള് കല്യാണം കഴിച്ചു വേറൊരു പെണ്ണിനെ. അതേതായാലും നന്നായി. അങ്ങനെ കളിയാക്കലൊക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ താങ്കളെ മാത്രം എന്താണ് അങ്ങനെ ട്രാൻസ് കമ്മ്യൂണിറ്റി? അതെനിക്ക് അറിയില്ല. അതാണ് ഞാൻ അവിടെയാണ് ആ പോയിന്റിലാണ് ഞാൻ ജെസിയോട് ചോദിക്കുന്നത്. അതിൽ താങ്കൾ ഫേക്ക് ട്രാൻസ് ആയിട്ട് കാണിക്കുന്നു എന്നാണ് അവരുടെയൊക്കെ ആരോപണം. 100% ഞാൻ യോജിക്കുന്നു. അതുകൊണ്ടല്ല, അവരൊക്കെ ജെനുവിൻ ആയിട്ടുള്ള ട്രാൻസേഴ്സ് ആണ്. ട്രാൻസ് കമ്മ്യൂണിറ്റി ജെനുവിൻ ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ്, ഫേക്ക് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ്. നിങ്ങൾക്ക് മാത്രം എന്താണ് അത് നിങ്ങളുടെ ഈ ഒരു ഓവർ ആക്ഷൻ? ഞാൻ ദുബായിൽ നിന്ന് വന്ന് ഞാൻ ഇത്രയും കമ്മ്യൂണിറ്റിനോട് ഇത് ഉണ്ടാവാത്തതുകൊണ്ടായിരിക്കും. ഞാൻ ദുബായിലായിരുന്നല്ലോ, ഇവരൊക്കെ നാട്ടിലല്ലേ. എനിക്ക് അതുകൊണ്ട് ഇവരായിട്ടൊന്നും വലിയൊരു ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദില നൂറ, അവർ രണ്ടുപേരും സൗദിയിലോ ദുബായിലായിരുന്ന രണ്ട് കപ്പിളാണ് അവര്. ആദില നൂറ അവർ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അവരെന്താ അടിപൊളിയായിട്ടാണ് കഴിയുന്നത്. ഇതേതാണ്ട് എലിക്കണിയിൽ സുനവെട്ടതുപോലെ സുനവെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ആരും വിമർശിക്കാറില്ല, വളരെ അപൂർവമായിട്ടാണ് അവർക്ക് നെഗറ്റീവ് നെഗറ്റീവ്സ് ഉണ്ട്. തുടക്കത്തിൽ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു. ബട്ട് ആ പെൺകുട്ടികൾ വിവാഹം, അതായത് അവർ ഒരുമിച്ച് ജീവിക്കുന്ന ലിവിംഗ് ടുഗദർ, അവരുടെ പാരന്റ്സിന്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങളുടെ പേരിലൊക്കെ ഒരുപാട് പേര് നെഗറ്റീവ്സ് വന്നു. പക്ഷെ ഇന്ന് അവരെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അതേ പ്രശ്നങ്ങളാണ്. പക്ഷെ അവരിവിടെ വന്ന് ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ വന്ന് കാണിക്കാറില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.